പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു. അതായത് ഇനി വരുന്ന അവസരങ്ങളെക്കുറിച്ച് നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ അവസരങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാനും എങ്ങനെയാണ് ഈ അവസരങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന 2 മികച്ച അവസരങ്ങളാണ്. ഏറ്റവും മികച്ചതും ഏറ്റവും സാധ്യതയുള്ള അവസരങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന് കമ്പനി ബോർഡ് LGS. കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്കാർക്ക് അടക്കം നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്ന ഒരു LGS തസ്തികയാണ്. ഇത് സ്റ്റേറ്റ് വൈഡ് ആണ്. അതായത് 14 ജില്ലയ്ക്കും കൂടിയുള്ള അപേക്ഷയാണ്. ഇതിൻ്റെ പ്രകാരം ജോലി കിട്ടിയാൽ എവിടെയാണോ പോസ്റ്റിംഗ് വരുന്നത് അവിടെ നിങ്ങൾ പോയി ജോലി ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് നിങ്ങൾ തിരുവനന്തപുരംകാരനാണെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെയായിരിക്കും, ചിലപ്പോൾ ഇടുക്കിയിലായിരിക്കും, ചിലപ്പോൾ കോട്ടയത്തായിരിക്കും. അങ്ങനെ മാറി തിരിഞ്ഞും പോകും. ഓക്കെ, അത് വേക്കൻസി ഉള്ള പോലെ നിങ്ങളുടെ ട്രെയിൻ അനുസരിച്ചാണ് വരുന്നത്. ഇനി ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ LGS പോലെ അല്ല, ഇതൊരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല. പക്ഷേ എങ്കിലും ഇതിൻ്റെ ബൈ ഹാൻഡ് കിട്ടുന്ന സാലറി പാക്കേജ് വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ബിവറേജസ് ഇതിൽ നോക്കുകയാണെങ്കിൽ ബെപ്കോയിലാണ് നിങ്ങൾക്ക് LGS ആയിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ബൈ ഹാൻഡ് ഏകദേശം 30,000 സംതിങ് രൂപ കൈ കിട്ടും. പക്ഷേ സാധാ ഒരു LGS വേരിയസാണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കൊരു പിടുത്തമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ 20 രൂപ പോലും ചിലപ്പം കൈ കിട്ടണമെന്നില്ല. 20 രൂപ പോലും കിട്ടത്തില്ല. LDCക്കും അതേപോലെയാണ്. വളരെ ശമ്പളം കുറഞ്ഞ് പോകുന്നൊരു പോസ്റ്റാണ്. ബൈ പോസ്റ്റ് പിന്നെ പ്രൊമോഷനൊക്കെ ആകുമ്പോൾ ശമ്പളം കൂടത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഘടകം. ഇപ്പോൾ ഇതിന് ഒരുപാട് DA ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഈ കമ്പനി ബോർഡ് LGS നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പിന്നെ ഇത് ഒരുപാട് NGD വരുന്ന പോസ്റ്റാണ്, ഒരുപാട് ഡിലീഷൻ വരുന്ന പോസ്റ്റാണ്. കാരണം ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 80 അടുപ്പിച്ചായിരിക്കും. സ്റ്റേറ്റ് വൈഡ് അല്ലേ, എളുപ്പമുള്ള സിലബസാണ്, പഠിക്കാൻ വളരെ എളുപ്പമുള്ള സിലബസാണ്. കാരണം ബേസിക് ക്വസ്റ്റ്യൻസ് വളരെ ഹാർഡ് ലെവലൊന്നും ചോദിക്കില്ല. 20 മാർക്ക് CA, പിന്നെ എന്താണ്, പിന്നെ കറണ്ട് അഫെയർ, അതാണ് CA, പിന്നെ GK, പിന്നെ ജനറൽ സയൻസ്, മാത്സ് 20 മാർക്ക്, ഇത്രയേ ഉള്ളൂ. LGSൻ്റെ അതേ സിലബസിലാണ്. അപ്പോൾ പഠിച്ചെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിങ് എളുപ്പമായിരിക്കും. കാരണം ചില പരീക്ഷയ്ക്ക് നമ്മൾ GK എത്ര പഠിച്ചിട്ട് പോയാലും നമുക്ക് ഇതിലുള്ള ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലൊക്കെ ചോദിക്കുന്നത്. അങ്ങനെയല്ല ചോദിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ കാണും, പക്ഷേ ഒന്നുമായിട്ട് ക്വസ്റ്റ്യനൊക്കെ വള്ളംകളി, നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷമെന്ന് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരും. ഓക്കെ, അപ്പോൾ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിലബസ് ആയിരിക്കും ഇത് എപ്പോഴും. പിന്നെ ഇതിലുള്ള മറ്റൊരു കാര്യം ഇതിന് ഇംഗ്ലീഷില്ല, മലയാളമില്ല എന്നുള്ള കാര്യമാണ്. കണക്കൊക്കെ അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ ചോദിക്കും. പക്ഷേ എന്ന് വെച്ച് ആപ്ലിക്കേഷൻ ലെവലിലൊന്നും ചോദിക്കില്ല. ജസ്റ്റ് ഒരാൾക്ക് ഇത്തിരി ഒന്ന് മനസ്സിലാക്കിയിരുന്ന് പഠിച്ചെടുക്കാവുന്ന മാർക്കാണ്. അപ്പോൾ ഒരാൾക്ക് സുഖമായിട്ട് 80+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കും. തെറ്റ് മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ആ 80+ തന്നെ കിട്ടും, അയാൾ ലിസ്റ്റിൽ വരികയും ചെയ്യും. പിന്നെ ഈ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിൻ്റെയൊക്കെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ ഒരു 4500ഓളം പേരുടെ മെയിൻ ലിസ്റ്റ് ഇടുന്ന പോസ്റ്റ് ആയിരിക്കും. ഈ 4500 എവിടെ വന്നാലും നിങ്ങൾക്ക് ജോലി സാധ്യത ഉണ്ട്. ഏകദേശം 90% നിയമനം നടക്കുന്ന ലിസ്റ്റ് ആയിരിക്കും. ചില ലിസ്റ്റുകളിലൊക്കെ മുഴുവൻ പേരെ എടുക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കട്ട് ഓഫിനെക്കാട്ടി ചിലപ്പോൾ 2-3 മാർക്ക് വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നല്ലൊരു റാങ്കിലോട്ട് എത്തും. കാരണം ടോപ്പ് റാങ്ക് വാങ്ങുന്ന കട്ട് ഓഫ് പ്ലസ് 10 മാർക്കൊക്കെ ആയിരിക്കും ടോപ്പ് റാങ്ക്. ഏകദേശം ഒരു 50-നകത്തൊക്കെ റാങ്കിന് വരാൻ വേണ്ടി. സോ അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായി നല്ലൊരു റാങ്കിൽ ഇതിൽ വരാൻ പറ്റും. ഇതൊരു ജോലി സാധ്യതയുള്ള ലിസ്റ്റാണ്. ഒരുപാട് പേര് പറയുന്ന പോലെ ചിലരൊക്കെ ഇപ്പം SBCID ഒരു പോസ്റ്റാണ്. അതൊക്കെ വളരെ തുച്ഛമായ ആൾക്കാർ ചിലപ്പോൾ എടുക്കണമെന്നുള്ളൂ കേട്ടോ. അത് ഡിഗ്രി ലെവലാണെങ്കിലും നമ്മൾ ആഞ്ഞ് പഠിച്ച് കിട്ടാൻ പാടായിരിക്കും. ഇപ്പോൾ എക്സൈസ് ഓഫീസർ ഇനി വിളിക്കും. അതും വളരെ കുറച്ച് ആൾക്കാർ 100-120 പേരെയൊക്കെ കേരളം ഒട്ടാകെ എടുക്കത്തുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല, 5000 പേര് 6000 പേരെയൊക്കെയാണ് മൊത്തം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിസ്റ്റിലൊക്കെ വരുന്നവർ മറ്റ് വലിയ നല്ല പോസ്റ്റുകളിലോട്ടൊക്കെ എത്തും. അപ്പോൾ അവരെന്തായാലും പിന്നെ LGS നിൽക്കാതെ അവർ മാറിപ്പോവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതുകൊണ്ടാണ് ഇതിൽ ഒരുപാട് NGD ഒക്കെ വരുന്നത്. ഇനി മറ്റൊരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. അതൊരു ടെക്നിക്കൽ പോസ്റ്റ്, ഒരു യൂണിഫോം പോസ്റ്റാണ്. ജയിൽ ഗാർഡ് എന്ന് പണ്ട് തൊട്ടേ അറിയപ്പെടുന്ന ജയിൽ പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന തസ്തിക. അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന തസ്തിക 10ാം ക്ലാസ് നിലവാരമാണ്. LDയുടെ അടിസ്ഥാന ശമ്പളമുള്ള പോസ്റ്റാണ്. യൂണിഫോം പോസ്റ്റാണ്, നല്ല പോസ്റ്റാണ്. ഒരുപാട് അത്യാവശ്യം ലീവൊക്കെ കിട്ടുന്നൊരു പോസ്റ്റാണ്. കേരളത്തിലെ ഏത് ജില്ലയിലും പോസ്റ്റിംഗ് വരാം. ട്രെയിനിങ് ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, ഒക്കെ എല്ലാം അടങ്ങുന്ന ഒരു യൂണിഫോം തസ്തികയാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന സാധ്യതയെന്ന് വെച്ചാൽ മുമ്പത്തെ ലിസ്റ്റിൽ 950 പേരെ മെയിൻ ലിസ്റ്റ് ആയിരുന്നു. മുഴുവൻ പേരെയും എടുത്തിട്ടുള്ള ലിസ്റ്റാണ്. അത്യാവശ്യം സപ്ലി പോവാത്ത ലിസ്റ്റുകളിൽ പോലും, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിശ്വകർമ്മ, അതൊന്നും സപ്ലി അങ്ങനെ പോകത്തില്ല. കാരണം റിസർവേഷൻ ഉണ്ടെങ്കിലും കുറവാണ്. പക്ഷെ അതുവരെ സപ്ലിയിൽ ഏകദേശം സപ്ലി 6 വരെ പോയ ലിസ്റ്റാണ്. അത് വളരെ അത്ഭുതമായിരുന്നു.
അപ്പം അതിന് ശേഷം ഇപ്പം നിലവിലെ ലിസ്റ്റ് ഉണ്ട്. അത് ഇപ്പോൾ ഒരു 1.5 കൊല്ലം കഴിയുമ്പോൾ അത് 2 കൊല്ലത്തിനകത്ത് അത് തീരും. അപ്പോൾ അടുത്ത വർഷം ഈ വരാൻ പോകുന്ന വർഷം ആദ്യം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വിളിക്കും. കാരണം അത് ഇപ്പം തന്നെ ആൾറെഡി അത് പകുതിയായി ആ ലിസ്റ്റ്. ബാക്കി കൂടെ അടുത്ത് തീരും. പിന്നെ ഒരുപാട് ഇതിൽ വേക്കൻസി വരുന്നു എന്ന് പറഞ്ഞാൽ കള്ളമല്ല. കാര്യം അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ തൊട്ടടുത്ത പോസ്റ്റിംഗാണ് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ. അപ്പോൾ ഒരുപാട് പേര് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറായിട്ട് ഈ വർഷം റിട്ടയർഡ് ആവുകയും അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൽ നിന്ന് പ്രൊമോഷൻ ആകുമ്പോഴത്തേക്ക് ആ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ വേക്കൻസികൾ വേക്കൻ്റ് ആവുകയും ചെയ്യുമ്പോഴത്തേക്കാണ് ഒരുപാട് പേര് എടുക്കുന്നത്. ഇതിൽ ജോലി കിട്ടുന്നവർക്ക് മറ്റു ജോലി കിട്ടും. അപ്പോൾ ഒരുപാട് പേര് മാറിപ്പോവും. 3 വർഷത്തെ കാലയളവുള്ള ഫോഴ്സ് ലിസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണം പോലീസിൽ ഒരു 200 പേരാണ് ഒരു വർഷം എടുക്കണമെങ്കിൽ 3 വർഷം കൊണ്ട് 600 പേര് എടുക്കൂലേ. പല NJDയും കൂടെ ഒക്കെ വരുമ്പോഴാണ് കൂടുതൽ വരൂലേ. അപ്പോൾ ഒരു 800 പേരാവൂലേ. അതുകൊണ്ടാണ് ഇത് പരിപൂർണ്ണമായിട്ട് എടുക്കുമെന്ന് പറയുന്നത്. വിശ്വസിച്ച് പഠിക്കാൻ പറ്റിയൊരു പോസ്റ്റാണ്. പിന്നെ ഇംഗ്ലീഷ് മലയാളം അടങ്ങുന്ന LDയുടെ സെയിം സിലബസാണ് ഇതിൽ വരുന്നത്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് ഇതിന്. അപ്പോൾ ഇതൊരു ലോങ് ടൈം സ്റ്റഡിയാണ് നിങ്ങൾക്ക് വേണ്ടത്. കാരണം ജയിൽ ഘടനയായിട്ട് ബന്ധപ്പെട്ടത് 5 മാർക്ക്, മനുഷ്യാവകാശം വിവരാവകാശം അത് 5, 10 മാർക്ക്, അത് എല്ലാ പരീക്ഷയ്ക്കും വരുന്നതാണ്. പിന്നെ മനഃശാസ്ത്രം 5 മാർക്ക്, ഇങ്ങനെയാണ് പോകുന്നത്. അതിൻ്റെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അതിൻ്റെ ജയിൽ ഈ ജൂലൈ 22 or 3 തീയതികളിൽ പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ എന്ന് പറയുന്ന തസ്തിക വിളിക്കുക. അതിൽ 30 മാർക്ക് ഡ്രൈവിംഗ് പാർട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള പരീക്ഷകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ലോങ് ടൈം ആയിട്ട് പഠിക്കുക, എങ്കിലും നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റും. ലോങ് ടൈം ആയിട്ട് ഇന്ന് വന്നിട്ട് അടുത്ത മാസം ജോലി ഇടണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ലോങ് ടൈം ആയിട്ട് പഠിച്ചു പോവുക, ചിട്ടയായിട്ട് പഠിച്ചു പോവുക. നിങ്ങൾക്ക് ഉറപ്പായും നല്ലൊരു തസ്തികയിൽ എത്താൻ പറ്റും. അത് വരുന്ന അവസരങ്ങൾ നോക്കി കണ്ട് പഠിക്കാം. ഓക്കെ, നമുക്കതിനുവേണ്ടി കോഴ്സുകളുണ്ട്. വാട്സാപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഫസ്റ്റ് കമൻറ്റിൽ മെസ്സേജ് ഇട്ടേക്കാം. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ കോഴ്സുകളിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അത് ഈ നമ്മളത് പ്രത്യേകമായിട്ട് ചെയ്യുന്നത് ഞാൻ എടുത്ത് പറയാം. എന്താണ്, കോച്ചിങ് ക്ലാസ്സിലോ സെൻറ്ററിലോ പോകാൻ പറ്റാത്തവർക്കും സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കോച്ചിങ് ക്ലാസ്സിന് കൊടുക്കുന്ന ആഴ്ചയിലെ 3 ക്ലാസ്സുകൾ, 3 ദിവസത്തെ ക്ലാസ്സുകൾ, ഡെയിലി എക്സാംസ്, അത് വീക്കിലി എക്സാംസ്, മന്ത്ലി എക്സാംസ്, ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്താണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. അതിൽ നിങ്ങൾ വലിയ സാമ്പത്തിക ഇഷ്യൂ ഒന്നും ഒരിക്കലും നോക്കേണ്ട കാര്യമില്ല. എന്തൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. പഠനത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്. അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾ ആ ലിസ്റ്റ് എഴുതി നല്ലൊരു റിസൾട്ട് വാങ്ങിക്കുക. അതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. ഓക്കെ, ഞങ്ങളും പഠിക്കുകയാണ്, കൂടെ പഠിക്കാം. താങ്ക് യു.